എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇപ്പോൾ പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ പ്രോജക്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കോൺട്രാക്ട് ബേസിസിൽ അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഏതൊക്കെയാണ് ഡിസിപ്ലിൻസ് വരുന്നതെന്നും അതിൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കാം. ആദ്യത്തെ വരുന്നത് മെക്കാനിക്കൽ ഫീൽഡിലാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്കാണ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ലൈക്ക് സാപ്പ്, MS പ്രോജക്റ്റ്, MS ഓഫീസ് ഒക്കെയാണ്. എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് ഇൻ ഷിപ്പ്യാർഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനി അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. ഇനി അടുത്ത ഡിസിപ്ലിൻ ഇലക്ട്രിക്കലാണ്. യോഗ്യത വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്കാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് ആണ്. യോഗ്യത വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്കാണ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ സെയിം തന്നെയാണ് പറയുന്നത്. എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഷിപ്പ്യാർഡ് ഓർ എഞ്ചിനീയറിംഗ് കമ്പനി ഓർ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ഓർ നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ കമ്പനി ഓർ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനി ഓർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അടുത്ത ഡിസിപ്ലിൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്. യോഗ്യത വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്കാണ്. അവിടെയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഷിപ്പ്യാർഡ് ഓർ എഞ്ചിനീയറിംഗ് കമ്പനി ഓർ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനി. അടുത്ത ഡിസിപ്ലിൻ സിവിലാണ്. യോഗ്യത വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 60% മാർക്കാണ്. അവിടെയും സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് വേണ്ടത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അടുത്ത ഡിസിപ്ലിൻ ഇൻഫർമേഷൻ ടെക്നോളജി IT ആണ്. യോഗ്യത വേണ്ടത് 3 ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി വിത്ത് 60% മാർക്കാണ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എനി അഡീഷണൽ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ടു IT ഓർ കമ്പ്യൂട്ടർ സയൻസ്. അഡിക്വേറ്റ് നോളജ് ഇൻ സാപ്പ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇൻ ഷിപ്പ്യാർഡ്, എഞ്ചിനീയറിംഗ് കമ്പനി ഓർ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ഓർ നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ കമ്പനി ഓർ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനി. അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളിലാണ് എക്സ്പീരിയൻസ് വേണ്ടതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അടുത്ത ഡിസിപ്ലിൻ വരുന്നത് ഓഫീസാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് പാസ് ഇൻ 3 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ് ആണ്, BA അല്ലെങ്കിൽ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് 60% മാർക്കാണ്. എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഷിപ്പ്യാർഡ് ഓർ എഞ്ചിനീയറിംഗ് കമ്പനി ഓർ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ഓർ ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് കമ്പനി. ലാസ്റ്റ് വൺ ഫിനാൻസ് ഡിസിപ്ലിൻ ആണ്. യോഗ്യത വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും ഡിസിപ്ലിൻസിലേക്കാണ് പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 21 വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 90 വേക്കൻസിയാണ് വരുന്നത്. 3 വർഷത്തേക്കായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. റെമുനറേഷൻ എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ ലഭിക്കുന്നത് 24,400 രൂപ, സെക്കൻഡ് ഇയറിൽ 25,100 രൂപ, തേർഡ് ഇയറിൽ 25,900 രൂപയായിരിക്കും മന്ത്ലി റെമുനറേഷൻ ലഭിക്കുന്നത്. കൂടാതെ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യുന്നതനുസരിച്ച് കോമ്പൻസേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. മാക്സിമം ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട്. ഈ പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും. ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എക്സാമിന് വരുന്നതെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജനറൽ നോളജ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ഡിസിപ്ലിൻ റിലേറ്റഡ് ആണ് വരുന്നത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആകുമ്പോഴത്തേക്കും റൈറ്റിംഗ് സ്കിൽസ്, ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കിൽസ് ആയിരിക്കും നോക്കുന്നത്. അപേക്ഷാ ഫീസ് വരുന്നത് 600 രൂപയാണ്. SC ST കാൻഡിഡേറ്റ്സിന് അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് cochinshipyard.in എന്നുള്ളതാണ്. ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ കരിയർ പേജ് എടുക്കുക. അതിൽ CSL കൊച്ചി എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു കാൻഡിഡേറ്റിന് ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട്. ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവശ്യമാണ്. തസ്തികയുടെ പേര് പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് ആണ്. ഒരുപാട് ഡിസിപ്ലിൻസിലേക്ക് വരുന്നുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ യോഗ്യത നോക്കിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായി സെപ്റ്റംബർ 21 തന്നെ അപേക്ഷിക്കേണ്ടതാണ്. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.